89.6 FM സർഗക്ഷേത്ര. ഹലോ, നമസ്കാരം. വെൽക്കം ടു ഉയരെ. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. കൂടെ എത്തിയിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. ഇന്ന് നമുക്ക് എല്ലാവർക്കും ഒരുപാട് അറിയാൻ താല്പര്യമുള്ളൊരു മേഖലയെ തന്നെയാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. പേര് കേൾക്കുമ്പോൾ ഭയങ്കര ഫെമിലിയർ ആയിട്ട് തോന്നുമെങ്കിലും ഈ മേഖലയെ പറ്റി നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളാണ് ഇന്ന് ഉയരെ എന്ന ഷോയിലൂടെ നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. ആൻഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ ഈ ഒരു മേഖലയെ നമുക്ക് വീണ്ടും പരിചയപ്പെടുത്താൻ കൂടെ എത്തിയിട്ടുള്ളത് ഡോക്ടർ വിദ്യ ചന്ദ്രൻ, Associate Professor and HOD of Mechanical Engineering, SCMS School of Engineering and Technology. So, മാമിനെ ഏറ്റവും സന്തോഷത്തോടു കൂടി വെൽക്കം ചെയ്യുന്നു. ഒപ്പം തന്നെ നമ്മൾ ഈ ഒരു ടോപ്പിക്കിലേക്ക് കിടക്കുകയാണെങ്കിൽ, എവർഗ്രീൻ എന്നൊരു ടേമിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ബ്രാഞ്ചിനെ വിശേഷിപ്പിക്കാറുണ്ട്. അത് എന്തുകൊണ്ടാണ് എന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ മാം? അതോടൊപ്പം തന്നെ എന്താണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഈ ഒരു ബ്രാഞ്ചിൽ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്? പിന്നെ യങ് ജനറേഷൻ ഈ ഒരു മേഖലയിലേക്ക് വരുമ്പോൾ അവർക്ക് ഈ ഫീൽഡിൽ നിന്ന് എന്തൊക്കെ ബെനിഫിറ്റ്സ് കിട്ടാനുള്ള സാധ്യതയുണ്ട്? ആദ്യത്തെ ക്വസ്റ്റ്യൻ വളരെ ബ്രോഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 3 കാര്യങ്ങളാണ് ഇതിൽ നിന്ന് എനിക്ക് ആൻസർ പറയേണ്ടതായിട്ട് തോന്നിയത്. ഒന്ന്, എവർഗ്രീൻ എന്ന് വിളിക്കാനുള്ള കാര്യം. എവർഗ്രീൻ ബ്രാഞ്ച് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബേസിക്കലി പറഞ്ഞാൽ കോർ ബ്രാഞ്ചുകളെല്ലാം, അതായത് സിവിൽ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ, ഇതെല്ലാം കോർ ബ്രാഞ്ചുകളായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഈ എല്ലാ ബ്രാഞ്ചുകൾക്കും ഈ ഒരു പദപ്രയോഗം ആക്ച്വലി ഈക്വലി ആപ്ലിക്കബിൾ ആണ്. ബിക്കോസ് ഈ ഒരു 3 ബ്രാഞ്ച് ഇല്ലാതെ ലോകത്തിൽ ഒരു പുതിയ കണ്ടുപിടുത്തോ അല്ലെങ്കിൽ ഒരു ഡിസൈൻ ഇംപ്രവൈസേഷനോ പോസിബിൾ അല്ല. എന്ത് ഒരു കാര്യം മനുഷ്യന് സിവിലൈസേഷൻ മുന്നോട്ട് പോകാനായിട്ട്, ഇപ്പം ഇൻവെൻഷൻ ഓഫ് വീൽസ് തൊട്ട് എങ്ങനെയാണ് മനുഷ്യർ അവരവർ ചെയ്യുന്ന ഓരോ പ്രവർത്തികൾ ഈസി ആക്കി വന്നത്, ഇൻവെൻഷൻ ഓഫ് മെക്കാനിസത്തിലൂടെയാണ്. ആ മെക്കാനിസത്തിൻ്റെയൊക്കെ ഡിസൈനിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അതുപോലെ ഏത് ഫീൽഡ് എടുത്താലും ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിനെ ആവശ്യമില്ലാത്ത ഒരു ഫീൽഡ് നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഏത് ഇൻഡസ്ട്രി എടുത്താലും അവിടുത്തെ മെയിൻ്റനൻസിനായാലും റിപ്പയറിനായാലും, അല്ല ഇനി ഒരു അപ്ഗ്രഡേഷൻ വരികയാണെങ്കിൽ അവിടുത്തെ മെഷീനറി, മെക്കാനിസംസ്, അതിൻ്റെ ഡെവലപ്മെൻറ്റിനായാലും ഡിസൈനിനായാലും മെക്കാനിക്കൽ എഞ്ചിനീയർ എപ്പോഴും ആവശ്യമാണ്. സോ ഇതൊരു റീസൺ ആണ് അതൊരു എവർഗ്രീൻ ബ്രാഞ്ചായിട്ട് നിലനിൽക്കാൻ. എത്ര കണ്ട് ശാസ്ത്രം പുരോഗമിച്ചാലും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അതിൻ്റെ ഫണ്ടമെന്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോസ് ഓഫ് നേച്ചറാണ്. അപ്പോൾ ആ ലോസ് ഓഫ് നേച്ചറിനെ ബേസ് ചെയ്ത് ഡെവലപ്പ് ചെയ്യുന്ന ഓരോ ഡിസൈൻസ്. രണ്ടാമത്തെ പോയിന്റ്, ഈ ക്വസ്റ്റ്യനിലെ എന്തൊക്കെ സബ്ജക്ട്സ് ആണ് പഠിക്കുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സിൽ? ആക്ച്വലി നമ്മൾ ബ്രോഡായിട്ട് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ കുറച്ച് സബ്ജക്ട്സ് ഡിസൈൻ ഓറിയന്റഡ് സബ്ജക്ട്സ് ആയിരിക്കും. അവർ ഡിസൈൻ ഓഫ് മെഷീനറി, മെക്കാനിസംസ് ഓഫ് മെഷീനറി, പിന്നെ അതിന്റെ അനാലിറ്റിക്കൽ പാർട്ടും തിയറി പാർട്ടും പഠിക്കുന്നുണ്ട്. അതുകൂടാതെ അവര് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈനും ഈ ഒരു കോഴ്സുകളിൽ അവർ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ മെറ്റീരിയൽ സയൻസ് ഒരു പാർട്ട് ഓഫ് ദ കോഴ്സാണ്. പിന്നെ തെർമൽ സയൻസ് ആൻഡ് ഫ്ലൂയിഡ് മെക്കാനിക്സ് വേറെ ഒരു ബ്രാഞ്ചാണ്. അതിൽ തെർമൽ എഞ്ചിനീയറിംഗ് പഠിക്കും, ഫ്ലൂയിഡ് മെക്കാനിക്സ്, ഫ്ലൂയിഡ് മെഷീനറി, ടർബോ മെഷീനറി, ആൻഡ് ദെൻ ഹിഡൻ മാസ് ട്രാൻസ്ഫർ, ഇങ്ങനെ കുറെ കോഴ്സസ് ആ ഒരു സെക്ഷനിൽ ഉണ്ടാവും. പിന്നെ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ലൈക്ക് പ്ലാനിങ്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, പ്രോജക്ട് പ്ലാനിങ് ആൻഡ് മാനേജ്മെന്റ്, ക്വാളിറ്റി മാനേജ്മെന്റ്, സേഫ്റ്റി, ഇങ്ങനെ കുറച്ച് സബ്ജക്ട്സ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആ ഫീൽഡിലായിരിക്കും പഠിക്കുന്നത്. ദെൻ പ്രൊഡക്ഷൻ ആൻഡ് മാനുഫാക്ചറിങ്, ഓഫ് കോഴ്സ് അത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രീം ഓഫ് സബ്ജക്ട്സ് ആണ് മാനുഫാക്ചറിങ് ആൻഡ് പ്രൊഡക്ഷൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ. ഈ ക്വസ്റ്റ്യനിലെ 3-ാമത്തെ പോയിന്റ് എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എടുത്താൽ എന്നാണ്. അതിൻ്റെ ഒരു വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് തന്നെയാണ് ഒരു ബെനിഫിറ്റ്സ്. പിന്നെ ഏത് രാജ്യത്തായാലും മെക്കാനിക്കൽ എഞ്ചിനീയറിന് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതുപോലെ അവർ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച്, അവരുടെ ഒരു എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ച് അവരുടെ പേ സ്കെയിലും അവർക്കുള്ള ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസും ഡെഫിനറ്റ്ലി കൂടുതലാണ്.
അതുപോലെ അവർ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ഒരു സ്പെഷ്യലൈസ്ഡ് ഏരിയയിൽ ഫോക്കസ് ചെയ്യാൻ പറ്റും. അതിനനുസരിച്ചുള്ള കോഴ്സുകൾ അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റും. സോ ഡെഫിനറ്റ്ലി ഒരു കരിയർ ഗ്രോത്തിനുള്ള വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിനുണ്ട്. അതിലുപരിയായിട്ട് ഈ നമ്മളൊരു പ്രൊഫഷണൽ കോഴ്സ് ചൂസ് ചെയ്യുമ്പം നമുക്ക് ആ പഠിക്കാൻ പോകുന്ന കോഴ്സിൽ ഒരു പാഷൻ വേണം. നമ്മളത് വർക്ക് ചെയ്യാൻ പോകുന്നത് ആ ഫീൽഡിലായിരിക്കും. പിന്നെ അപ്പോൾ ആ കോഴ്സിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ജോലിയിൽ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിലാണ് നമ്മൾ ആ കോഴ്സ് ചൂസ് ചെയ്യേണ്ടത്. ബെനിഫിറ്റ്സിലും ഉപരിയായിട്ട് നമ്മുടെ ഒരു ഇൻട്രസ്റ്റ് ഡെഫിനറ്റ്ലി നമ്മൾ കൺസിഡർ ചെയ്യണം. താങ്ക് യു സോ മച്ച് മാം. ഒരുപാട് സാധ്യതകളുടെ ഒരു വലിയ മേഖല തന്നെയാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ബട്ട് ഈ ഒരു മേഖലയെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നവർക്കാണ് ഈ ഒരു ഫീൽഡ് സ്യൂട്ട് ആവുള്ളൂ അല്ലേ? സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, സ്റ്റേ ട്യൂൺ ഫോർ മോർ അപ്ഡേറ്റ്സ്. ഉയരെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഉയരെ. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ഇന്ന് ഉയരയിൽ നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് ഡോക്ടർ വിദ്യാചന്ദ്രൻ, അസോസിയേറ്റ് പ്രൊഫസർ ആൻഡ് HOD ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, SCMS സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. നമ്മളിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന വലിയൊരു മേഖലയെ പറ്റിയിട്ടാണ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ എന്താണ് ഈ മേഖല എന്നുള്ള കാര്യവും എന്തൊക്കെ ബെനിഫിറ്റ്സ് ഒരു ഇൻഡിവിജ്വലിന് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്നത് വഴി ലഭിക്കും എന്നുള്ളതും നമ്മൾ അറിഞ്ഞല്ലേ. സോ ഇനി ഈ ഫീൽഡിൽ വരുന്നവർക്ക്, സ്റ്റുഡൻസിന് എന്തെല്ലാം ആപ്റ്റിറ്റ്യൂഡ്സ് വേണം, അല്ലെങ്കിൽ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണ് മാം? ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇപ്പോൾ കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണെങ്കിൽ നമുക്ക് +2 കഴിഞ്ഞ സ്റ്റുഡൻസ് വിത്ത് ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് മാത്തമാറ്റിക്സ് സ്ട്രീം എടുത്തവർക്കാണ് എലിജിബിലിറ്റി ഉള്ളത് എൻറോൾ ചെയ്യാൻ. അവർ കേരളത്തിൽ ഈ യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണെങ്കിൽ കീം അല്ലെങ്കിൽ JEE ക്വാളിഫൈഡ് ആയിരിക്കണം. പിന്നെ അവർക്ക് ആപ്റ്റിറ്റ്യൂഡ് വൈസ് നോക്കുകയാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ഈ 3 സബ്ജക്ട്സ് എത്ര കണ്ട് അവർക്ക് അതിലൊരു ഗ്രാഹ്യമുണ്ടോ അതിനനുസരിച്ച് അവർക്ക് ഈസിയർ ആയിരിക്കും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്താൽ. ബിക്കോസ് അൾട്ടിമേറ്റ്ലി മാത്സിൻ്റെയും ഫിസിക്സിൻ്റെയും ഒരു ആപ്ലിക്കേഷൻ ആണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. സോ മാത്സും ഫിസിക്സും വെരി എസെൻഷ്യൽ ഫോർ ലേണിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. ഓക്കെ, അപ്പോൾ ചാക്കോ മാഷ് പറഞ്ഞ പോലെ ഭൂഗോളത്തിന്റെ സ്പന്ദനം മാത്സിൽ തന്നെയാണ്. കൂടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ സ്പന്ദനം ഫിസിക്സിലും മാത്സിലും ആണെന്ന് അറിഞ്ഞ സന്തോഷത്തിൽ നമുക്ക് പാട്ട് കേട്ട് ഓടി വരാം. ഉയരെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. You are listening to ഉയരെ on സർഗക്ഷേത്ര 89.6 FM. ഇന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന വലിയ ഒരു മേഖലയെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? ആൻഡ് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് ഡോക്ടർ വിദ്യാചന്ദ്രൻ, അസോസിയേറ്റ് പ്രൊഫസർ ആൻഡ് HOD ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, SCMS സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. മാം, ഓരോ ഇൻഡിവിജ്വലും ആഗ്രഹിക്കുന്നത് സേഫസ്റ്റ് ആയിട്ടുള്ളൊരു ഫ്യൂച്ചർ ഉണ്ടാവണം എന്നുള്ളത് തന്നെയായിരിക്കും അല്ലേ? ഓരോരുത്തരുടെയും ഇൻട്രസ്റ്റിനനുസരിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് എടുത്ത് പഠിക്കുന്നു ആൻഡ് ബെസ്റ്റ് ഹൈറ്റ്സ് തന്നെ അച്ചീവ് ചെയ്യുന്നു. ഇതിൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവർ ആഗ്രഹിച്ച ജോലി നേടിയെടുക്കുക എന്നുള്ളത് തന്നെയാണല്ലേ. സോ ഇപ്പോൾ നമ്മൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ എന്തൊക്കെയാണ് ജോലി സാധ്യതകൾ, എന്തൊക്കെ മേഖലകളിൽ നമുക്ക് വർക്ക് ചെയ്യാം? മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഏത് ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ സർവീസ് സെക്ടർ ആയാലും എടുത്താലും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് എപ്പോഴും ഉണ്ടായിരിക്കും. ബ്രോഡ്ലി ക്ലാസിഫൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇപ്പം സെൻട്രൽ ഗവൺമെൻറ് അണ്ടർടേക്കിങ്സ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് എടുത്താൽ അവിടെ ഭാരത് ഹെവി ഇലക്ട്രിക്സ്, ONGC, IOCL അങ്ങനെ large number of companies are in constant recruitment of mechanical engineers. Basically ഇങ്ങനെയുള്ള കമ്പനീസ് ഗേറ്റ് എക്സാം ക്ലിയർ ചെയ്യുന്ന ആ ഒരു പൂളിൽ നിന്നാണ് റിക്രൂട്ട്മെന്റ് ചെയ്യാറ്. ആൻഡ് ദെൻ
we have defense sector recruitments like DRDO, then ISRO, ഇതുപോലെയുള്ള ഡിഫൻസ് സെക്ടറിലേക്കും ഇന്ത്യൻ ആർമി, ഇന്ത്യൻ നേവി, അവിടെയും മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതല്ലാതെ ഈവൻ IT സെക്ടറിൽ ഇൻഫോസിസ്, ആമസോൺ, അതുപോലെ IT സെക്ടറിലേക്കാണെങ്കിലും മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിനെ അവിടെയും ഒരുപാട് റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. ബിക്കോസ് വൺസ് ദേ നോ ദ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പാർട്ട്, അവർക്ക് സോഫ്റ്റ്വെയറിൽ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ ദേ വിൽ ബി ബെറ്റർ ഓപ്ഷൻ ഫോർ എക്സിക്യൂട്ടിങ് സം കൈൻഡ് ഓഫ് ജോബ്സ്. അപ്പോൾ അവിടെയും അവർക്ക് എപ്പോഴും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ദെൻ സ്റ്റേറ്റ് ഗവൺമെൻറ് ജോബ്സും ജൂനിയർ എഞ്ചിനീയേഴ്സ് ഇൻ വേരിയസ് ലൈക്ക് ഇപ്പോൾ PWD ഡിപ്പാർട്ട്മെൻറ്റ്, അത് അങ്ങനെ പറയാനില്ല, ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും ദർ വിൽ ബി ജോബ് വേക്കൻസി അവൈലബിൾ ഫോർ മെക്കാനിക്കൽ എഞ്ചിനീയർ. പിന്നെ ഡിസൈൻ സെക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ CAD സോഫ്റ്റ്വെയർസ് അറിയാവുന്നവർക്ക് ഒരുപാട് ഫ്രീലാൻസിങ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകും, ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്ക്. അല്ലാതെ തന്നെ ഇപ്പോൾ ഒരുപാട് സ്റ്റാർട്ടപ്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, ഈവൻ ഇൻ സ്പേസ് സെക്ടർ, ലൈക്ക് സ്പേസ് റിസർച്ച് സെക്ടർ, ആൻഡ് ദെൻ ഇൻ ഡെവലപ്മെൻറ്റ് ഓഫ് ഡ്രോൺസ്. ഈ ഒരു ഏരിയയിലൊക്കെ ഒരുപാട് സ്റ്റാർട്ടപ്സ് വരുന്നുണ്ട്. അവർക്കെല്ലാം ഡിസൈൻ എഞ്ചിനീയേഴ്സിൻ്റെ ഒരുപാട് ആവശ്യമുണ്ട്. ഡിസൈൻ ആൻഡ് അനാലിസിസ്, ലൈക്ക് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ ആൻഡ് കമ്പ്യൂട്ടർ എയ്ഡഡ് അനാലിസിസ്, ഈ ഒരു ഏരിയയിൽ ഒരുപാട് എഞ്ചിനീയേഴ്സിൻ്റെ ആവശ്യം ഇങ്ങനെയുള്ള സ്റ്റാർട്ടപ്പുകൾക്ക് കറൻ്റ്ലി നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിലെല്ലാം മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതുപോലെ ഇപ്പോൾ റിന്യൂവബിൾ സെക്ടർ, അത് ഒരുപാട് ബൂസ്റ്റിംഗ് ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ് ടു റെഡ്യൂസ് കാർബൺ ഫുട് പ്രിൻറ്റ്സ്. അപ്പോൾ ആ ഒരു ഏരിയയിലും റിന്യൂവബിൾ എനർജിയുടെ, വിൻഡ് എനർജി ആയാലും സോളാർ ആയാലും, അല്ല ഇപ്പോൾ അപ്കമ്മിങ് ആയിട്ടുള്ള ഹൈഡ്രജൻ ടെക്നോളജി, ഇവിടെയൊക്കെ ആയാലും മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് അവരവരുടേതായിട്ടുള്ള പ്ലേസ് എപ്പോഴും ഉണ്ടായിരിക്കും. ബിക്കോസ് ഈ ഒരു എനർജി ഷിഫ്റ്റിൻ്റെ സമയത്തായാലും ദേ വിൽ ഓൾ പൈപ്പിംഗ് ഡിസൈൻ, ഇതിൻ്റെ മെയിൻ്റനൻസ്, കംപ്രസർ ഡിസൈൻ, ഇതെല്ലാം എപ്പോഴും ഒഴിച്ചുവിടാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി മെക്കാനിക്കൽ എഞ്ചിനീയർ വിൽ ഓൾവേസ് ഫൈൻഡ് എ പ്ലേസ്. മർച്ചൻ്റ് നേവി, സെയിലേഴ്സ് ആവാനായിട്ട് താല്പര്യമുള്ള ഒരുപാട് കുട്ടികൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്യുന്നുണ്ട്. അവർക്കതൊരു എക്സ്പീരിയൻസ് ആണ്, പാഷനായിട്ടുള്ള കുറേ അധികം ആൾക്കാരുണ്ട്. അതൊരു വളരെ വലിയ ഓപ്പർച്യൂണിറ്റിയാണ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന്. സോ മാം പറഞ്ഞ ഈ ഫീൽഡുകൾ തന്നെയാണ് നിങ്ങളുടെ ഡ്രീം ഡെസ്റ്റിനേഷൻ എങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തന്നെയാണ് നിങ്ങൾക്കുള്ള ഓപ്ഷൻ. സോ ഇനി നല്ല പാട്ടുകൾ കേൾക്കാം ഉയരയിലൂടെ. യു ആർ ലിസ്ണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഉയരെ ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് ഡോക്ടർ വിദ്യാചന്ദ്രനാണ്, അസോസിയേറ്റ് പ്രൊഫസർ ആൻഡ് HOD ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, SCMS സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. മാം, ഓരോ മൊമെന്റും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന കാലമാണിതല്ലേ. അതോടൊപ്പം നമ്മളും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കണം എന്നുള്ളതും വളരെ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ പഠനത്തിൻ്റെ മേഖലയിലേക്ക് വരികയാണെങ്കിൽ റീസെൻ്റ്ലി നമുക്ക് ഏറ്റവും വലിയൊരു എക്സാമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തന്നെയാണ്. AI-യുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരുപാട് കോഴ്സുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. സോ എൻ്റെ ക്വസ്റ്റ്യൻ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് കോർ സബ്ജക്ട്സ്? ഒപ്പം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ പുതിയ പുതിയ ചേഞ്ചസ് വരുമ്പോൾ അല്ലെങ്കിൽ ഇന്നോവേഷൻസ് വരുമ്പോൾ അതൊക്കെ അഡാപ്റ്റ് ചെയ്യാറുണ്ടോ? ഓക്കെ, അതെ. ഇപ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസിലാണ് ലോകം. അതിന് പോസിറ്റീവായിട്ടുള്ള വശങ്ങളും ഉണ്ട്, നെഗറ്റീവായിട്ടുള്ള വശങ്ങളും ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ, ഞാൻ പഠിപ്പിക്കുന്നത് SCMS സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി കറുകുറ്റി. ഞങ്ങളുടെ കോളേജ് അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നത് APJ അബ്ദുൽ കലാം കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റി എല്ലാ 4 വർഷവും സിലബസ് റിവൈസ് ചെയ്യും. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് 2024 സിലബസ് റിവിഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ മാറുന്ന സാഹചര്യത്തിനനുസരിച്ചുള്ള ഒരു കരിക്കുലമാണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റി അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇപ്പോൾ സംസാരിച്ച പോലെ ഡേറ്റാ സയൻസ്, അതിനെ ഒരു കമ്പ്യൂട്ടർ സയൻസിൻ്റെ സ്റ്റുഡൻസിന് മാത്രമുള്ള അവർ മാത്രം പഠിക്കേണ്ട ഒരു കാര്യമായിട്ടല്ല കരിക്കുലം കാണുന്നത്.
എല്ലാ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൽ DS എന്ന് പറഞ്ഞ ഒരു സബ്ജക്റ്റ് ഉണ്ട്, അവരത് പഠിക്കുന്നുണ്ട്. അതുപോലെ റെലവൻ്റ് ആയിട്ടുള്ള എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസും സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. ലൈക്ക് C പ്രോഗ്രാമിംഗ് ആൻഡ് ദെൻ പൈത്തൺ ഇസ് ദെയർ. സോ ദേ കീപ് ദംസെൽസ് അപ്ഡേറ്റഡ്. എന്താണോ പുതിയതായിട്ട് വരുന്നത് അത് കരിക്കുലത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ദെൻ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഈ ഡെവലപ്പ് ചെയ്യുന്ന ടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഓർ മെഷീൻ ലേണിംഗ് ഓർ ഡേറ്റാ സയൻസ്, ഇത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു കാര്യമല്ല. മെക്കാനിക്കൽ എഞ്ചിനീയറിൻ്റെ ജോലി ഈസി ആക്കാനും അവരുടെ ഡിസൈൻസ് എഫിഷ്യൻ്റ് ആക്കാനും യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ആക്ച്വലി AI, ML, DS എന്നൊക്കെ പറയുന്നത്. സോ ദാറ്റ് ഈസ് ഓൾസോ ആൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് വാട്ട് എവർ എഞ്ചിനീയറിംഗ് ഇറ്റ് ഈസ്. അതുകൊണ്ട് ഡിസൈൻസ് ഇംപ്രൂവ് ആവുകയുള്ളൂ. സോ അവരത് ഡെഫിനറ്റ്ലി പഠിക്കേണ്ടതാണ്. ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ ദ കരിക്കുലം. അതുകൂടാതെ അവരുടെ സോഫ്റ്റ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള വളരെയധികം കോഴ്സുകൾ കൊടുക്കുന്നുണ്ട്. എത്തിക്സ് ഒരു ഇൻ്റഗ്രൽ പാർട്ടാണ്, ഒരു കോഴ്സാണ് എത്തിക്സ് പഠിപ്പിക്കുന്നുണ്ട്. പ്രൊഫഷണൽ എത്തിക്സ് ഇസ് ദെയർ. ആൻഡ് ദെൻ പിന്നെ സ്റ്റുഡൻസിന് sustainability, it is all the world is revolving around sustainability, that word. അപ്പം അതും കരിക്കുലത്തിൻ്റെ ഒരു പാർട്ടായിട്ട് സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്, സസ്റ്റൈനബിൾ എഞ്ചിനീയറിംഗ്. ഇത്രയൊക്കെയാണ് ഇപ്പം ദ ഡൈവേഴ്സിഫൈഡ് പാറ്റേൺ ഓഫ് ദ കരിക്കുലം. ഓക്കെ, അപ്പോൾ നാടോടുമ്പോൾ കൂടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കൂടെ ഓടും എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു ക്ലാരിറ്റി വന്ന സ്ഥിതിക്ക് വേഗം തന്നെ പാട്ടിലേക്ക് പോവാം. കൂടെയുള്ള തന്നെയാണ് യു ആർ ലിസ്ണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM ഉയരെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് തന്നെയാണ് കേട്ടോ. നമ്മളിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന വലിയൊരു ബ്രാഞ്ചിനെ തന്നെയാണ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് നമ്മോടൊപ്പം ഇന്ന് ഈ ഒരു മേഖലയെ പറ്റി കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാൻ കൂടെ എത്തിയിട്ടുള്ളത് ഡോക്ടർ വിദ്യാചന്ദ്രനാണ്, അസോസിയേറ്റ് പ്രൊഫസർ ആൻഡ് HOD ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, SCMS സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഒരുപാട് സിനിമകളിൽ, പ്രത്യേകിച്ചും കോളേജ് റിലേറ്റഡ് മൂവീസിൽ നമ്മൾ ഒരുപാട് കേട്ട് ഫെമിലിയർ ആയിട്ടുള്ള ടേമാണ് മെക് റാണി എന്നുള്ളത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഈ ഒരു ഫീൽഡിലേക്ക് ഗേൾസിൻ്റെ ഒരു കടന്നുവരവ് എന്ന് പറയുന്നത് വളരെ കുറവാണല്ലോ. പക്ഷേ മിസ്സിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എങ്ങനെയായിരുന്നു ഈ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തത്? ഒപ്പം തന്നെ ഒരുപാട് പെൺകുട്ടികൾ ഈ ഒരു മേഖല അവർക്ക് ഓക്കെ ആയിരിക്കുമോ എന്നുള്ള ഡൗട്ടിൽ നിൽക്കുന്നുണ്ടാവും. അവരോടൊക്കെ എന്താണ് പറയാനുള്ളത് മാം? ഓക്കെ, താങ്ക് യു ഫോർ ആസ്കിങ് ദാറ്റ്. എനിവേ, ഞാനത് എക്സ്പെക്ട് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മുടെ നാട്ടിലെ ഒരു സാഹചര്യത്തിൽ ഗേൾസ് സ്റ്റുഡൻസിൻ്റെ നമ്പർ കുറവാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്യുന്നത്. പക്ഷെ ഒരു കാര്യം ആലോചിച്ചാൽ പണ്ട് നമ്മൾ അല്ലെങ്കിൽ ഗേൾസ് എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് തന്നെ നമ്മുടെ നാട്ടിൽ ഒരുപാട് കാലം ആയിട്ടില്ല. ആദ്യം ഇതൊരു വളരെ മെയിൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഓർ മെയിൽ ഓൺലി ഏരിയ ആയിരുന്നു എഞ്ചിനീയറിംഗ്. അത് കഴിഞ്ഞ് ഗേൾസ് പിന്നെ അതിലേക്ക് അവരുടെ സ്ഥാനം കണ്ടു. ബാക്കി എല്ലാ ബ്രാഞ്ചിലും ഗേൾസ് വന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലേക്ക് വരാൻ തുടങ്ങിയത്. ഇപ്പോഴും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഒരു മാക്സിമം ഒരു 10% സ്റ്റുഡൻസേ ഉള്ളൂ കേരളത്തിൽ പല കോളേജുകളിലും. അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ കോളേജിലും. മാക്സിമം ഒരു 10%, 60 സ്റ്റുഡൻസിൻ്റെ ക്ലാസ്സിലാണെങ്കിൽ മാക്സിമം ഒരു 6 പേര് 7 പേരൊക്കെ കാണും ഗേൾസ്. ട്രൂലി സ്പീക്കിംഗ്, ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഒരു ഭയങ്കര ശാരീരിക അധ്വാനം വേണ്ട ഒരു ജോലിയാണ് എന്നുള്ളൊരു ധാരണയായിരിക്കാം ഗേൾസ് അതിലേക്ക് വരാത്തത്. പണ്ട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നതും വളരെ റിമോട്ടായിട്ടുള്ള ലൊക്കേഷൻസിൽ അല്ലെങ്കിൽ നമുക്ക് കേരളത്തിന് പുറത്തു പോയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ആയിരുന്നു കൂടുതലും ഉള്ളത്. അതൊരു ഫാക്ടറാണ്. അപ്പോൾ പക്ഷേ ഇന്ന് അങ്ങനെയല്ല സാഹചര്യം. ഗേൾസ് ഏത് സ്ഥലത്തായാലും ഈക്വലി ഗേൾസും ബോയ്സും എല്ലാം അങ്ങനെ ഒരു വ്യത്യാസം ഇല്ല. ഗേൾസ് എവിടെയായാലും പോയി ജോലി ചെയ്യും. അവർക്ക് സേഫ് ആയിട്ടുള്ള ഒരു വർക്കിംഗ് എൻവയോൺമെന്റ് ഏത് ഇൻഡസ്ട്രി ആയാലും പ്രൊവൈഡ് ചെയ്യും. സോ ഇപ്പം അങ്ങനെ ഒരു വ്യത്യാസം കാണേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഫിസിക്കൽ ടാസ്ക്, ഇപ്പോൾ നമ്മൾ മെയിൽ സ്റ്റുഡൻസിനെ അല്ലെങ്കിൽ ബോയ്സ് സ്റ്റുഡൻസിനെ എടുത്താലും എല്ലാവർക്കും ഒരേപോലെയുള്ള പവർ അല്ലെങ്കിൽ സ്ട്രെങ്ത് ആയിരിക്കില്ല, ഫിസിക്കൽ സ്ട്രെങ്ത് ആയിരിക്കില്ല. വീക്കായിട്ടുള്ള കുട്ടികളുണ്ടാവാം.
അല്ല അത്യാവശ്യം നന്നായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്നവരുണ്ടാവാം. ദറ്റ് ഈസ് പ്യോർലി പേഴ്സണൽ. ഓരോ ഇൻഡിവിജ്വലിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്, അല്ലാതെ ഗേൾ ആണോ ബോയ് ആണോ എന്നുള്ളതാണെന്ന് എനിക്ക് ഒരു അഭിപ്രായം ഇല്ല. പിന്നെ ചിലരുടെ ഒരു പാഷൻ, ചിലർക്ക് ഫീൽഡിൽ വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടാവും, ചിലർക്ക് ഓഫീസ് ജോബ്സ് ആയിരിക്കും ഇഷ്ടം. സോ എപ്പോഴും നമ്മൾ ഈ ബ്രാഞ്ച് എടുത്ത് പഠിക്കുകയാണെങ്കിൽ മർച്ചന്റ് നേവിയിൽ പോകുന്ന ആൾക്കാർക്ക് അവരുടേതായിട്ടുള്ള കഷ്ടപ്പാടുകൾ ഉണ്ടാവും. അപ്പോൾ ഗേൾസ് ആയാലും ബോയ്സ് ആയാലും ആ കഷ്ടപ്പാടുകൾ ഇഷ്ടമാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ളവരാണ് അതിന് പോകുന്നത്. ഇപ്പോൾ ഗേൾസും അവിടെ ഷിപ്സിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാലത്ത് അതിന് വലിയ പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ പറയുകയാണെങ്കിൽ നമ്മൾ ഡിസൈൻ റിലേറ്റഡ് ആയിട്ടുള്ള ജോബ്സ്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ, കമ്പ്യൂട്ടർ എയ്ഡഡ് അനാലിസിസ്, അതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി വളരെ വലുതാണ്. കമ്പ്യൂട്ടേഷണൽ ഫ്ലൂയിഡ് ഡൈനാമിക്സ് റിലേറ്റഡ് ജോബ്സ്, അനാലിസിസ് ചെയ്യാനായിട്ട് ഒരുപാട് CAE എഞ്ചിനീയേഴ്സിനെ ആവശ്യമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ജോബ്സൊക്കെ ഈക്വലി ബോയ്സ് ആൻഡ് ഗേൾസ് ദേ ക്യാൻ ഓൾവേസ് ടേക്ക് അപ്പ്. ഇപ്പോൾ എഞ്ചിനീയേഴ്സ് അവർ ലെയ്ത്തിൽ വർക്ക് ചെയ്യാനായിട്ട് കരിക്കുലത്തിലുണ്ട്. ദേ ഹാവ് ടു വർക്ക് ഓൺ ലെയ്ത്ത് ഓർ CNC മെഷീൻ ഓർ ദേ ഹാവ് ടു ഡു സം ഫൗണ്ടറി ഓർ സ്മിത്തി. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് അൾട്ടിമേറ്റ്ലി ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ദേ ആർ ഗോയിങ് ടു വർക്ക് ഓൺ എ ലെയ്ത്ത്. അതിനല്ലല്ലോ അവർ എഞ്ചിനീയറിംഗ് പഠിക്കുന്നത്. സോ ദേ ഷുഡ് നോ ദ ഓപ്പറേഷൻസ്. അത് കഴിഞ്ഞിട്ട് ഈ ഓപ്പറേഷൻസ് കൺട്രോൾ ചെയ്യാനുള്ള അല്ലെങ്കിൽ മാനേജ് ചെയ്യാനോ ആ ഒരു പ്രോസസ് പ്ലാൻ ചെയ്യാനോ ഉള്ള റോളിലേക്കാണ് എഞ്ചിനീയേഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്നത്. സോ അവിടെ ഗേൾസ് ആയാലും ബോയ്സ് ആയാലും അവരുടെ ഒരു നോളജ് ആയിരിക്കും ഇമ്പോർട്ടൻ്റ് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിനെ പറ്റിയിട്ട്. അതുകൊണ്ട് ഗേൾസ് തീർച്ചയായിട്ടും ഈ ഒരു ഏരിയയിലേക്ക് വരാനുള്ള ഒരു റെസിസ്റ്റൻസ് അത് മാറ്റിവെക്കണം. ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഷുഡ് ബി ദെയർ ഫോർ ബോത്ത് ഗേൾസ് ആൻഡ് ബോയ്സ്. സോ ഇനി മെക്കില് സിംഗുലർ അല്ല പ്ലൂറൽ ആകട്ടെ അല്ലേ? ഈ ഒരു ഫീൽഡിനോട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മെക് ക്വീൻസ് ആകാൻ വലിയൊരു വെൽക്കം തന്നെ ഈ ഒരു മൊമെന്റിൽ പറഞ്ഞുകൊണ്ട് നമ്മളിത് ആ പാട്ടിലേക്ക് പോകുന്നു. പാട്ടിന് ശേഷം നമ്മൾ തിരിച്ചെത്തും മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ. കൂടെയുള്ളത് തന്നെയാണ് കേട്ടോ 89.6 FM സർഗക്ഷേത്ര. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ഉയരെ. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ഇന്ന് ഉയരയിൽ എന്നോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് ഡോക്ടർ വിദ്യാചന്ദ്രനാണ്, അസോസിയേറ്റ് പ്രൊഫസർ ആൻഡ് HOD ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, SCMS സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇപ്പോഴേ യൂത്തിൻ്റെ ഇൻട്രസ്റ്റ് അനുസരിച്ച് ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ എബ്രോഡ് പോയി പഠിക്കാനാണെങ്കിലും ജോലി ചെയ്യാനാണെങ്കിലും സെറ്റിൽ ആകാനാണെങ്കിലും ഒക്കെ താല്പര്യപ്പെടുന്നുണ്ട് അല്ലേ? അപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാനായിട്ട് എബ്രോഡ് പോകുന്നുണ്ടെങ്കിൽ എക്സാമ്പിളായിട്ട് ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ചൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതുപോലെ എന്തൊക്കെ കാര്യങ്ങൾ ആ ഒരു സ്റ്റുഡൻറ്റ് ശ്രദ്ധിക്കണം? ആക്ച്വലി അതെ, ഞാൻ പഠിച്ചത് മോസ്കോയിലാണ്, പീപ്പിൾസ് ഫ്രണ്ട്ഷിപ്പ് യൂണിവേഴ്സിറ്റി ഓഫ് റഷ്യ, മോസ്കോ. ഞാൻ എൻ്റെ ബാച്ചിലറും മാസ്റ്റേഴ്സും ചെയ്തത് അവിടെയാണ്. എനിക്ക് അണ്ടർ സ്കോളർഷിപ്പാണ് ഞാൻ അവിടെ പോയി പഠിച്ചത്. അപ്പം എനിക്കറിയാവുന്ന ഒരു എക്സ്പോഷർ വെച്ചിട്ട് ഞാൻ പഠിച്ചിരുന്ന സമയത്ത് ഇത്രയധികം ഒരു ഫ്ലോ ഉണ്ടായിരുന്നില്ല ഫോറിൻ കൺട്രീസിലേക്ക് പഠിക്കാനായിട്ട്. ആൻഡ് ദെൻ മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് വെർ ഗോയിങ് ഓൺ സ്കോളർഷിപ്പ്. മെഡിക്കൽ ഫീൽഡിലേക്ക് മേ ബി പേയ്മെൻറ്റ് സീറ്റിലൊക്കെ പോകുന്നവരുണ്ടാവാം, പക്ഷേ എൻജിനീയറിംഗ് പഠിക്കാനായിട്ട് ഇതുപോലെ പേയ്മെൻറ്റ് സീറ്റിൽ പോകുന്നത് വളരെ കുറവായിരുന്നു. സ്കോളർഷിപ്പ്, യൂണിവേഴ്സിറ്റി സ്കോളർഷിപ്പ് കിട്ടിയാൽ അല്ലെങ്കിൽ ഗവൺമെൻറ് സ്കോളർഷിപ്പ് കിട്ടിയാൽ പോയി പഠിക്കും. അങ്ങനെ നമുക്ക് ഓഫർ ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് ഓഫ് കോഴ്സ് അവർ നല്ലൊരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് ആയിരിക്കും. ഇപ്പോൾ സ്റ്റുഡൻസ് ശ്രദ്ധിക്കേണ്ട കാര്യം ആ ഒരു ഇപ്പം നമ്മൾ പഠിക്കാൻ സെലക്ട് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി, അതിൻ്റെ ഒരു റെപ്യൂട്ടേഷൻ, അവിടുത്തെ ഗ്രാജുവേറ്റ്സ് ഇപ്പോൾ ഏതൊക്കെ പൊസിഷൻസിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. ലൈക്ക് ഇപ്പോൾ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ആ സ്റ്റുഡൻ്റ് ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചതെങ്കിൽ ആ കുട്ടി മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിട്ടാണോ ഈ കൺട്രിയിൽ വർക്ക് ചെയ്യുന്നത്, ഓർ എൽസ് റാൻഡം ജോബാണോ ചെയ്യുന്നതെന്നുള്ളത് നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി എപ്പോഴും നടത്തണം ബിഫോർ വി ടേക്ക് അഡ്മിഷൻസ് ദെയർ. ഓഫ്കോഴ്സ് അന്ന പറഞ്ഞ പോലെ നമ്മൾ പഠിക്കാൻ പോകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റാങ്കിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആരെങ്കിലും ലൈക്ക് ഇറ്റ് ഈസിയർ പാത്ത്, നമ്മളൊരു ഏജൻസിയെ
എല്ലാ കാര്യവും ഏൽപ്പിച്ച് അവർ നമുക്ക് ചെയ്തു തരുന്ന, ഇപ്പം വിശ്വസിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഇറ്റ് ഈസ് ഓക്കെ. അതർവൈസ് എപ്പോഴും നമ്മളൊരു പേഴ്സണൽ എൻക്വയറി നടത്തുന്നത് നല്ലതായിരിക്കും. അവിടെ പഠിക്കുന്ന കറണ്ട് സ്റ്റുഡൻസിനോടോ അല്ലെ അലുമിനിയോടോ, ഓർ ഈവൻ വി ക്യാൻ ഡയറക്ട്ലി അപ്രോച്ച് പ്രൊഫസേഴ്സ് ദെയർ. എന്തൊക്കെ കോഴ്സസ് ആണുള്ളത്, എന്തൊക്കെയാണ് അവിടുത്തെ പാസ് ഔട്ട് ആയാലുള്ള ഓപ്പർച്യൂണിറ്റീസ്, ഇതൊക്കെ പേഴ്സണലി ഒന്ന് എൻക്വയർ ചെയ്യുക. അതുപോലെ നമ്മൾ പഠിക്കുന്ന കോഴ്സസ് അത് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ അതിന് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരിക്കുമോ, അത് നമ്മൾ കാണേണ്ടത് ബ്ലൈൻഡായിട്ട് ഏതെങ്കിലും ഒരു കോഴ്സ് എടുക്കുകയല്ല. നമ്മൾ പഠിച്ചിറങ്ങുമ്പോൾ മേ ബി ഒരു 2 വർഷത്തെ കോഴ്സ് ആണെങ്കിൽ ഇപ്പോൾ ഡെവലപ്പ് ചെയ്യുന്ന ടെക്നോളജി എന്താണ്, ഓർ ഏതൊരു ഏരിയയിലാണ് സ്റ്റാർട്ടപ്സ് അല്ലെങ്കിൽ കമ്പനീസിൻ്റെ ഒരു ബൂമിങ് അപ്പ് ഉള്ളത്, ഏതൊക്കെ സ്റ്റാർട്ടപ്സ് ആണ് തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്, അതിനെ പറ്റിയിട്ട് നമ്മളൊന്ന് ഒരു സ്റ്റഡി നടത്തണം. ആൻഡ് ഓഫ് കോഴ്സ് 2 വർഷം കഴിയുമ്പോൾ ആ ഒരു ഏരിയയിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടാൻ സാധ്യതയുണ്ട്. അങ്ങനെ നോക്കിയിട്ട് ഒരു സ്റ്റഡി നടത്തിയിട്ട് വേണം നമ്മളൊരു കോഴ്സ് ചൂസ് ചെയ്യാൻ, ഇഫ് ദാറ്റ് ഈസ് നോട്ട് അവർ പാഷൻ. ഇപ്പോൾ ഞാൻ ഇതാണ് എനിക്കിഷ്ടം, ഇതെനിക്കിപ്പോൾ ഇഫ് ഐ ലൈക്ക് സ്പേസ് സയൻസ്, ഐ നീഡ് ടു സ്റ്റഡി ദാറ്റ്. അപ്പോൾ പിന്നെ നമുക്ക് വേറൊന്നും പറയാനില്ല, ഞാൻ അതെടുക്കും, പഠിക്കും, ആൻഡ് ഐ വിൽ ഫൈൻഡ് മൈ ഓപ്പർച്യൂണിറ്റി. അതല്ല നമ്മൾ ജോബാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളൊരു മാർക്കറ്റ് സ്റ്റഡി ഉറപ്പായിട്ടും നടത്തിയിട്ടുണ്ടാവണം. അതുപോലെ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ റാങ്കിങ്ങും നമ്മൾ നന്നായിട്ട് നോക്കിയിട്ട് മാത്രമേ യൂണിവേഴ്സിറ്റീസിൽ ജോയിൻ ചെയ്യാൻ പാടുള്ളൂ. അവരുടെ ഫാക്കൽറ്റി ലിസ്റ്റ്, അവിടെ പഠിപ്പിക്കുന്ന ആൾക്കാരുടെ പ്രൊഫൈൽസ് ഒക്കെ എടുത്ത് നമ്മൾ നോക്കണം. ദെൻ വാട്ട് ഓൾ റിസർച്ചസ് ആർ ഗോയിങ് ഓൺ ഇൻ ദാറ്റ് യൂണിവേഴ്സിറ്റി. ഇതെല്ലാം ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പം ഇതിനെപ്പറ്റിയൊക്കെ ഒന്ന് സ്റ്റഡി നടത്തിയിട്ട് ഇഫ് വി ഫൈൻഡ് ഇറ്റ് സാറ്റിസ്ഫാക്ടറി, ഡെഫിനറ്റ്ലി എപ്പോഴും ഒരു ഫോറിൻ എക്സ്പോഷ്യർ എപ്പോഴും ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. അത് നമുക്ക് ഡിഗ്രിയുടെ മാത്രമല്ല, നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ഗ്രോത്തിന് തന്നെ ഇറ്റ് ഈസ് വെരി beneficial to have a foreign exposure or exposure to a foreign university. താങ്ക് യു സോ മച്ച് മാം. ഒരുപാട് സ്റ്റുഡൻസിന് ഡെഫിനറ്റ്ലി ഈ ഒരു കാര്യം യൂസ്ഫുൾ ആകും. സോ നമുക്ക് വേഗം പാട്ട് കേട്ടിട്ട് ഓടി വരാം. ഉയരെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ഇന്ന് ഉയരയിൽ നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് ഡോക്ടർ വിദ്യാചന്ദ്രനാണ്, അസോസിയേറ്റ് പ്രൊഫസർ ആൻഡ് HOD ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, SCMS സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. മാം, നമ്മൾ ഇത്രയും നേരം സ്റ്റുഡൻസിനെ ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കോഴ്സ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരുന്നു സംസാരിച്ചു പോകുന്നത് അല്ലേ? ബട്ട് ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആ ഒരു പൊസിഷനിലേക്ക് എത്തിയിട്ടുള്ള വ്യക്തിക്ക് എന്തെല്ലാം ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ് ഉണ്ടായിരിക്കുക? നമുക്കറിയാം ഓരോ ഇൻഡസ്ട്രീസിനും വ്യത്യസ്തമായിട്ടുള്ള ഡ്യൂട്ടീസും അതുപോലെ റെസ്പോൺസിബിലിറ്റീസും ഒക്കെ ആയിരിക്കും ഉണ്ടാവുന്നത്. ബട്ട് ഇൻ ജനറൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അവർക്ക് ചെയ്യേണ്ടി വരുന്നത്? ഏതൊക്കെ മേഖലകളിലാണ് അവർക്ക് പ്രവർത്തിക്കേണ്ടി വരിക? മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിന് ആക്ച്വലി അവരെ ആദ്യം റിക്രൂട്ട് ചെയ്യുക ഇത് ജൂനിയർ എഞ്ചിനീയർ ആയിട്ടോ അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് ട്രെയിനി ഓർ അപ്രന്റീസ് ഓർ ഇന്റേൺഷിപ്പിന് റിക്രൂട്ട് ചെയ്യുന്നവരും ഉണ്ട്. പല രീതിയിലാണ് റിക്രൂട്ട്മെന്റ്സ് വരിക. അപ്പം അത് ഓരോ ഇൻഡസ്ട്രിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. മാനുഫാക്ചറിങ് സെക്ടർ ആണെങ്കിൽ ഓഫ് കോഴ്സ് അവർക്ക് ഷോപ്പ് ഫ്ലോറിലായിരിക്കും ആദ്യത്തെ പോസ്റ്റിംഗ് ഉണ്ടാവുക. അവിടെ ഏത് പ്രോഡക്റ്റ് ആയാലും അതിൻ്റെ പ്രൊഡക്ഷൻ പ്രോസസ്സ് ഫെമിലിയർ ആയിരിക്കണം ഏത് റോളിലേക്ക് പോകാനും. അപ്പം ആദ്യം ബേസ് ലെവലിൽ ഒരു സൂപ്പർവൈസർ ലെവലിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ടീം ലീഡ്, മേ ബി ടു മാനേജീരിയൽ ലെവൽസ് ആൻഡ് ദെൻ ടു ഡിസൈൻ ലെവൽ, അങ്ങനെയായിരിക്കും അവരുടെ ഒരു പ്രൊമോഷൻസ് പോവുക. അത് ഏത് ഇൻഡസ്ട്രി ആയാലും അങ്ങനെയായിരിക്കും. ആൻഡ് ദെൻ ultimately the engineers, mechanical engineers especially, they will end up in a managerial role. Administrative positions എപ്പോഴും ഏത് ഇൻഡസ്ട്രി ആയാലും മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് അവരുടേതായിട്ടുള്ള ഒരു പൊസിഷൻ എപ്പോഴും ഉണ്ടായിരിക്കും. ദെൻ നെക്സ്റ്റ് ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു IT ജോബിനോട് സിമിലർ ആയിട്ടുള്ള ഒരു ഫീൽഡ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് ഒരു ഓപ്ഷൻ ഡിസൈൻ എഞ്ചിനീയേഴ്സ് ആയിട്ടുള്ള ജോലിയാണ്. അതിപ്പം ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് സ്റ്റാർട്ടപ്സ് ഡിഫൻസ് സെക്ടറിലായാലും ഏവിയേഷൻ സെക്ടറിലായാലും വന്നിട്ടുണ്ട്. അപ്പോൾ വാട്ട് എവർ കോമ്പണൻസ് ദേ ആർ ഡിസൈനിങ്, മേ ബി ദേ ആർ ഡിസൈനിങ് റോക്കറ്റ് എഞ്ചിൻ ഓർ മേ ബി വിൻഡ് ടർബൈൻ, വാട്ട് എവർ ഇറ്റ് ഈസ്, അതിൻ്റെ ഡിസൈനിലേക്ക്
ആയിരിക്കും അവരെ റിക്രൂട്ട് ചെയ്യുക. സോ ദേ ഹാവ് ടു ലേൺ ഏത് സോഫ്റ്റ്വെയർ ആണോ കമ്പനി യൂസ് ചെയ്യുന്നത് അതിൻ്റെ ട്രെയിനിങ് ആയിരിക്കും റിക്രൂട്ട് ചെയ്ത് ഉടനെ അവർക്ക് കൊടുക്കുക. മേ ബി ആഫ്റ്റർ ദാറ്റ് ട്രെയിനിങ് ദേ വിൽ ബി പോസ്റ്റഡ് ഇൻ എ ടീം similar as in an IT firm. Teamil work here, after that they will be the team lead and then they will be going to higher positions. Idu that's a like or attractive aayittulla field aanu, but adine ee oru field il work cheyan they should have a skill in modeling, they should have a skill in like computational fluid dynamics, CFD tools, then design tools, analysis tools, structural analysis or flow analysis or എന്തായാലും അതിന് there are a variety of tools available. ഇതിലൊക്കെ additional ട്രെയിനിങ്, അഡീഷണൽ സർട്ടിഫിക്കേഷൻ കോഴ്സ് ഒക്കെ എടുത്ത ആൾക്കാർക്കാണെങ്കിൽ ഇതൊരു വളരെ വലിയ ഓപ്പർച്യൂണിറ്റി ആണ്. സോ ഈ ഒരു ബിഗ് ഓപ്പർച്യൂണിറ്റി കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ എല്ലാ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിനും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമ്മളിത് ആ പാട്ടിലേക്ക് പോവാണ്. വിദ്യ മാം കൂടെ തന്നെയുണ്ട്, ഒപ്പം ഞാനും. ഉയരെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ്സിന് ശേഷം നമ്മളങ്ങനെ ഉയരയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന എവർഗ്രീൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു വലിയ മേഖലയാണ് നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. ആൻഡ് ഒരുപാട് ഇൻഫർമേഷൻസ് പറഞ്ഞു തരാൻ നമ്മോടൊപ്പം ഇന്ന് കൂടെ എത്തിയിട്ടുള്ളത് ഡോക്ടർ വിദ്യാചന്ദ്രനാണ്, അസോസിയേറ്റ് പ്രൊഫസർ ആൻഡ് HOD ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, SCMS സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. മാം, പഠനത്തെ പറ്റി നമ്മൾ കുറേ കാര്യം സംസാരിച്ചല്ലേ, ബട്ട് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരെ പറ്റിയാണ് ഇനി എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ എന്തൊക്കെ പ്രോസസ്സിലൂടെ കടന്നു പോകണം, അതോടൊപ്പം തന്നെ ഈ റിസർച്ച് പോസിബിലിറ്റിയെ പറ്റി ഒന്ന് പറയാമോ മാം? ഓക്കെ, ടീച്ചിങ്ങിലാണ് ഇൻട്രസ്റ്റ് ഓർ ഇഫ് ടീച്ചിങ് പ്രൊഫഷനാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു MTech ആവശ്യമാണ്. MTech ആണ് മിനിമം എലിജിബിലിറ്റി ഫോർ ടീച്ചിങ്. അപ്പോൾ MTech അഡ്മിഷൻ the qualifying examination is GATE. After BTech or in the final year of BTech, സ്റ്റുഡൻസിന് GATE എക്സാം എഴുതാം. GATE എക്സാമിൻ്റെ സ്കോർ അനുസരിച്ചിട്ട് they will get admissions in NITs or IITs. നമുക്ക് ഏത് ഫീൽഡാണോ താല്പര്യം അതിൽ MTech എടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ അതിൻ്റെ വേരിയസ് സ്ട്രീംസിൽ MTech ഓഫർ ചെയ്യുന്നുണ്ടായിരിക്കും. ലൈക്ക് MTech മെറ്റീരിയൽ സയൻസിലുണ്ടായിരിക്കും, ദെൻ MTech പ്രൊഡക്ഷൻ ആൻഡ് മാനുഫാക്ചറിങ്, മേ ബി MTech ഇൻ തെർമൽ എഞ്ചിനീയറിംഗ് or MTech in nuclear engineering. It depends on the university and on the institute. അപ്പോൾ ഏത് ഫീൽഡാണോ നമുക്ക് കൂടുതൽ താല്പര്യമുള്ളത് അതിൽ MTech എടുക്കുക. ആൻഡ് then you can enroll as or you can find a job as an assistant professor. അതാണ് entry level post. Then that also depends. നമ്മൾ PSC ത്രൂ ആണെങ്കിൽ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജസിൽ, അതർവൈസ് ഇഫ് യു വാണ്ട് ടു വർക്ക് ഇൻ ഡീംഡ് യൂണിവേഴ്സിറ്റി ഓർ പ്രൈവറ്റ് കോളേജ് അതിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. ആൻഡ് ദെൻ ആഫ്റ്റർ ദാറ്റ് പ്രൊമോഷൻസിന് സം യൂണിവേഴ്സിറ്റീസ് ദേ ഡിമാൻഡ് PhD. അപ്പോൾ യു ക്യാൻ ഡു ബോത്ത് എ ഫുൾ ടൈം PhD ഓർ എ പാർട്ട് ടൈം PhD. രണ്ടിനും അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ്സും അതിൻ്റേതായിട്ടുള്ള ഡ്രോബാക്സും ഉണ്ട്. ദാറ്റ് പ്യുവർലി ഡിപ്പെൻഡ്സ് ഓൺ യുവർ സിറ്റുവേഷൻ. നമുക്ക് ഏതാണോ പറ്റുന്നത് അത് എത്ര ജെനുവിൻ ആയിട്ട് ഓർ എത്ര ജസ്റ്റിസ് നമ്മളുടെ റിസർച്ചിനോട് ചെയ്യാൻ പറ്റുമോ അതിനനുസരിച്ചിട്ട് അത് ചൂസ് ചെയ്യുക. അപ്പോൾ ആഫ്റ്റർ ഗെറ്റിംഗ് ദ PhD യു വിൽ ബി എലിജിബിൾ ഫോർ പ്രൊമോഷൻസ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇഫ് യു ആർ ഇൻ ടു ടീച്ചിങ് ഫീൽഡ് യു ഷുഡ് ഓൾവേസ് കീപ് യുവർ സെൽഫ് അപ്ഡേറ്റഡ്. പുതിയ ടെക്നോളജി ഡെവലപ്മെന്റ്സ്, what all new tools are coming up in your field, then application of like as we discussed artificial intelligence and machine learning, ഇതിൻ്റെയൊക്കെ നമ്മുടെ ഫീൽഡിലുള്ള ആപ്ലിക്കേഷൻസ് ആൻഡ് ഓൾസോ ദ ന്യൂ ടൂൾസ് വിച്ച് ആർ കമ്മിങ് അപ്പ്, പുതിയ അനാലിസിസ് സോഫ്റ്റ്വെയർസ്, ഇതെല്ലാം നമ്മൾ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കണം. അതിന് സർട്ടിഫിക്കേഷൻ കോഴ്സസോ ഷോർട്ട് ടേം ട്രെയിനിങ് പ്രോഗ്രാംസ്, ദെൻ ദർ ആർ ലോട്ട് ഓഫ് ഫാക്കൽറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാംസ്, അതെല്ലാം ഉണ്ടായിരിക്കും. അപ്പോൾ അത് mostly AICT, that is All India Council for Technical Education, a lot of grants they are giving to keep the faculty empowered. ഇതൊക്കെ യൂട്ടിലൈസ് ചെയ്തിട്ട് we can keep ourselves updated and then again research
ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻ ടീച്ചിങ് പ്രൊഫഷൻ. അപ്പോൾ നമ്മളുടെ ആ റിസർച്ച് എപ്പോഴും മൂവിങ് ഫോർവേഡ് ആയിട്ട് കീപ്പ് ചെയ്യാൻ വി ഷുഡ് ഹാവ് എ ഗുഡ് ടീം ഓഫ് റിസർച്ച്. സോ നമ്മൾ വർക്ക് ചെയ്യുന്ന ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മളുടെ അതേ റിസർച്ച് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ടീം ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ ഫോർ അസ്. ആൻഡ് അവിടെ നമ്മുടെ ഏരിയയിലുള്ള ലാബ്, അതിൻ്റെ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കരിയർ ഗ്രോത്തിന് കുറച്ചും കൂടെ നല്ലതായിരിക്കും. സോ this is very important in a teaching profession, that is research and publications. അപ്പോൾ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൃത്യവും വ്യക്തവുമായിട്ട് കാര്യങ്ങളെല്ലാം മനസ്സിലായ സ്ഥിതിക്ക് നമുക്ക് വേഗം തന്നെ പാട്ടിലേക്ക് പോവാം. പാട്ടിന് ശേഷം നമ്മൾ തിരിച്ചെത്തും ഉയരയിൽ. കൂടെയുള്ള തന്നെയാണ് നമ്മോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് ഡോക്ടർ വിദ്യാചന്ദ്രൻ, അസോസിയേറ്റ് പ്രൊഫസർ ആൻഡ് HOD ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, SCMS സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. 89.6 FM സർഗക്ഷേത്ര. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഉയരെ. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ഇന്ന് നമ്മോടൊപ്പം ഉയരയിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് ഡോക്ടർ വിദ്യാചന്ദ്രനാണ്, അസോസിയേറ്റ് പ്രൊഫസർ ആൻഡ് HOD ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, SCMS സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. മാം, നമ്മൾ ഏകദേശം 2 മണിക്കൂറോളം ഈ ഒരു മേഖലയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. സോ ഫൈനലി മാമിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഈ ഒരു ഫീൽഡിലേക്ക് കടന്നു വരാൻ ഇഷ്ടമുള്ളവരോട് എന്ത് അഡ്വൈസ് ആണ് കൊടുക്കാനുള്ളത്? മെക്കാനിക്കൽ എന്നല്ല, ഏത് പ്രൊഫഷണൽ കോഴ്സ് എടുക്കുന്ന സ്റ്റുഡൻസ് ആയാലും അവരോട് പറയാനുള്ളത്, ഇറ്റ് ഈസ് ആക്ച്വലി എ പ്രൊഫഷണൽ കോഴ്സ്. നമ്മൾ ഒരു ബാച്ചുലർ ഓഫ് സയൻസോ ബാച്ചുലർ ഓഫ് ആർട്സോ എടുക്കുന്ന പോലെയല്ല, ഇത് നമ്മളുടെ പ്രൊഫഷൻ ഡിസൈഡ് ചെയ്യുന്ന കോഴ്സാണ്. സോ യു ഷുഡ് ബി ഹാവിങ് എ വെരി പ്രൊഫഷണൽ ഔട്ട്ലുക്ക്. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്. അത് അപ്ലൈ ചെയ്യാൻ അറിയാമെങ്കിലേ നമ്മളുടെ ഡിഗ്രിക്ക് ഒരു വാല്യൂ ഉണ്ടാവുള്ളൂ. നമുക്കൊരു ഇൻഡസ്ട്രിയിൽ വിത്ത് കോൺഫിഡൻസ് വർക്ക് ചെയ്യണമെങ്കിൽ യു ഷുഡ് ഹാവ് ജെനുവിൻ നോളജ് ഓഫ് വാട്ട് യു ആർ ലേണിംഗ്. എന്നാൽ മാത്രമേ നമ്മളൊരു സക്സസ്ഫുൾ മെക്കാനിക്കൽ എഞ്ചിനീയർ ഓർ എനി അതർ എഞ്ചിനീയർ ആവാൻ പറ്റുള്ളൂ. സോ വെൻ യു ആർ എൻറോളിങ് ഇൻ എഞ്ചിനീയറിംഗ്, വായിക്കുക, ടെക്സ്റ്റ് ബുക്സ് വായിക്കുക, റിലേറ്റഡ് ടു യുവർ പ്രൊഫഷൻ, വാട്ട് എവർ നോളജ് ഈസ് അവൈലബിൾ ഇൻ എനി സോഴ്സ്, അത് പാഷനേറ്റ് ആയിട്ട് ആ നോളജ് അക്വയർ ചെയ്യാനായിട്ടുള്ള ജെനുവിൻ എഫേർട്സ് സ്റ്റുഡൻസിൻ്റെ കയ്യിൽ നിന്ന് എപ്പോഴും ഉണ്ടാവണം. ദെൻ ഓൺലി, അല്ലെങ്കിൽ ഒരു ഡിഗ്രി BTech യു വിൽ ബി ഹാവിങ്. ഇഫ് യു വാണ്ട് ടു ബി എ സക്സസ്ഫുൾ പ്രാക്ടീസിങ് എഞ്ചിനീയർ, നമുക്ക് നോളജ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സോ കീപ് റീഡിങ്, കീപ് അപ്ഡേറ്റിംഗ് യുവർ സെൽഫ് ആൻഡ് ബി പാഷനേറ്റ് അബൌട്ട് യുവർ പ്രൊഫഷൻ. ഇതാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച് മാം. തീർച്ചയായിട്ടും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഈ ഒരു വലിയ മേഖല സ്വപ്നം കാണുന്നവർക്ക് തീർച്ചയായിട്ടും ഇന്നത്തെ ഉയരെ യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ നോ ഡൗട്ട്സ്. സോ ഇത്രയും നേരം ഈ ഒരു മേഖലയെ നമുക്ക് പരിചയപ്പെടുത്തി തരാൻ കൂടെ ഉണ്ടായിരുന്നത് ഡോക്ടർ വിദ്യാചന്ദ്രനാണ്, അസോസിയേറ്റ് പ്രൊഫസർ ആൻഡ് HOD ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, SCMS സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. മാം, വീണ്ടും ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് വിത്ത് us. ഓക്കെ, താങ്ക് യു അന്ന. എനിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് RJ അന്നയോടും അതുപോലെ സർഗക്ഷേത്ര FM-നോടും എൻ്റെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇനിയും ഒരുപാട് മേഖലകളെ നമുക്ക് പരിചയപ്പെടാനുണ്ട് ഉയരയിലൂടെ തന്നെ. Until then, stay tuned to സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി, കാലത്തിനൊപ്പം. കൂടെ ഉണ്ടായിരുന്നത് അന്നയാണ്. 89.6 FM സർഗക്ഷേത്ര.